ലേവ്യർ 7-ാം അധ്യായം. അതിവിശുദ്ധമായ പ്രായശ്ചിത്തയാഗത്തിനുള്ള നിയമം ഇതാണ്. ഹോമയാഗത്തിനുള്ള മൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പ്രായശ്ചിത്തയാഗത്തിനുള്ള മൃഗത്തെയും അവർ അറക്കണം. അതിൻ്റെ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും അവൻ തളിക്കണം. അതിൻ്റെ മേധസ്സു മുഴുവൻ അതിൽ നിന്ന് അവൻ സമർപ്പിക്കണം. കൊഴുത്ത വാലും കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും ഇരുവൃക്കകളും അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പുപാളിയും അവൻ വേർതിരിക്കണം. പുരോഹിതൻ അവ കർത്താവിനായി ബലിപീഠത്തിൽ അഗ്നിയിലുള്ള അർപ്പണമായി ധൂമിക്കണം. ഇത് പ്രായശ്ചിത്തയാഗമാണ്. പുരോഹിതരിൽ ഓരോ പുരുഷനും അത് ഭക്ഷിക്കാം. വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ചാണ് അത് ഭക്ഷിക്കപ്പെടേണ്ടത്. അത് അതിവിശുദ്ധ വസ്തുവാണ്. പാപമുക്തിക്കുള്ള യാഗവസ്തു പോലെ തന്നെയാണ് പ്രായശ്ചിത്ത യാഗവസ്തുവും. അവയ്ക്കുള്ള നിയമം ഒന്നുതന്നെ. പരിഹാരകർമ്മം അനുഷ്ഠിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും അത്. ഒരുവൻ പുരോഹിതൻ്റെ പക്കൽ സമർപ്പിക്കുന്ന ഹോമയാഗമൃഗത്തിൻ്റെ തോൽ ഹോമയാഗം അർപ്പിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും. അടുപ്പിൽ പാകപ്പെടുത്തിയ ഓരോ ധാന്യയാഗവസ്തുവും ഉരുളിയിലും വറചട്ടിയിലുമുണ്ടാക്കിയ ഓരോന്നും അത് അർപ്പിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും. എന്നാൽ എണ്ണ ചേർത്തതോ ഉണങ്ങിയതോ ആയ ഓരോ ധാന്യയാഗവസ്തുവും അഹറോൻ്റെ പുത്രന്മാർക്കെല്ലാവർക്കും ഒന്നുപോലെ ആയിരിക്കണം. കർത്താവിന് സമർപ്പിക്കുന്ന സമാധാന ബലിയുടെ നിയമം ഇതാണ്. കൃതജ്ഞതയായാണ് ഒരുവൻ അത് സമർപ്പിക്കുന്നതെങ്കിൽ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത വടകൾ, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടകൾ, എണ്ണ ചേർത്തു കുഴച്ച നേരിയ മാവ് കൊണ്ടുള്ള വടകൾ എന്നിവയാണ് കൃതജ്ഞതാബലിക്കായി കാഴ്ചവെക്കേണ്ടത്. വടകൾക്ക് പുറമെ കൃതജ്ഞതയ്ക്കുള്ള സമാധാന ബലിയോടുകൂടെ പുളിപ്പുള്ള അപ്പവും അവൻ്റെ കാണിക്കയായി കാഴ്ചവെക്കണം. അതിൽ നിന്ന് ഓരോ കാണിക്കയിലും നിന്ന് ഓരോന്ന് കർത്താവിന് കാണിക്ക സമർപ്പിക്കണം. അത് സമാധാന ബലിമൃഗത്തിൻ്റെ രക്തം തളിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും. കൃതജ്ഞതയ്ക്കുള്ള സമാധാന ബലിമൃഗത്തിൻ്റെ മാംസം അതിൻ്റെ സമർപ്പണ ദിനത്തിൽ തന്നെ ഭക്ഷിക്കപ്പെടണം. അതിൽ നിന്ന് പ്രഭാതത്തിലേക്ക് അവശേഷിപ്പിക്കരുത്. എന്നാൽ അവൻ്റെ ബലിസമർപ്പണം നേർച്ചയോ സ്വാഭിഷ്ടക്കാഴ്ചയോ ആണെങ്കിൽ അവൻ തൻ്റെ ബലി സമർപ്പിക്കുന്ന ദിവസം അത് ഭക്ഷിക്കപ്പെടണം. പിറ്റേ ദിവസം അതിൽ നിന്ന് അവശേഷിക്കുന്നതും ഭക്ഷിക്കപ്പെടണം. ബലിമൃഗത്തിൻ്റെ മാംസത്തിൽ നിന്ന് അവശേഷിക്കുന്നത് 3-ാം ദിവസം അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടണം. സമാധാന ബലിയുടെ മാംസത്തിൽ നിന്ന് 3-ാം ദിവസം മനഃപൂർവ്വം ഭക്ഷിക്കപ്പെടുന്നെങ്കിൽ അത് സ്വീകാര്യമാവുകയില്ല. സമർപ്പിക്കുന്നവന് അത് അനുകൂലമായി പരിഗണിക്കപ്പെടുകയുമില്ല. അത് തിരസ്കൃത വസ്തുവായിരിക്കും. അതിൽ നിന്ന് ഭക്ഷിക്കുന്ന വ്യക്തി തൻ്റെ കുറ്റം വഹിക്കണം. മലിനമായ എന്തിലെങ്കിലും തൊടുന്ന മാംസം ഭക്ഷിക്കപ്പെടരുത്. അത് തീയിൽ ദഹിപ്പിക്കപ്പെടണം. മാംസം മുഴുവൻ ശുദ്ധിയുള്ളതാണെങ്കിലേ മാംസം ഭക്ഷിക്കാവൂ. എന്നാൽ കർത്താവിനുള്ള സമാധാന ബലിയിലെ മാംസത്തിന്മേൽ മലിനതയുള്ളപ്പോൾ ഒരു വ്യക്തി അത് ഭക്ഷിച്ചാൽ ആ വ്യക്തി സ്വജനത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടണം. ഒരു വ്യക്തി മലിനമായ എന്തിനെയെങ്കിലും മനുഷ്യസംബന്ധമായ മാലിന്യമോ മലിനമായ എന്തെങ്കിലും വർജ്യവസ്തുവോ മലിനമൃഗത്തെയോ സ്പർശിച്ചിട്ട് കർത്താവിനുള്ള സമാധാന ബലിയുടെ മാംസത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ ആ വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കർത്താവ് മോശയോട് പറഞ്ഞു, ഇസ്രായേല്യരോട് നീ ഇപ്രകാരം പ്രസ്താവിക്കുക: കാളയുടെയോ ചെമ്മരിയാടിൻ്റെയോ കോലാടിൻ്റെയോ മേധസ്സൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. ചത്തതിൻ്റെ മേധസ്സും കടിച്ചുകീറപ്പെട്ടതിൻ്റെ മേധസ്സും ഓരോ പണിക്കും ഉപയോഗിക്കാം. എന്നാൽ നിങ്ങൾ അത് ഒട്ടും ഭക്ഷിക്കരുത്. കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണമായി മൃഗത്തിൽ നിന്ന് സമർപ്പിച്ചിട്ട് അതിൽ നിന്നുള്ള മേധസ്സ് ആരു ഭക്ഷിച്ചാലും ഭക്ഷിക്കുന്ന വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. നിങ്ങളുടെ വാസസ്ഥാനങ്ങളിൽ എവിടെയും പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ രക്തമൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. വ്യക്തി ആരായാലും ഏതെങ്കിലും രക്തം ഭക്ഷിച്ചാൽ ആ വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കർത്താവ് മോശയോട് പറഞ്ഞു, ഇസ്രായേല്യരോട് ഇപ്രകാരം പ്രസ്താവിക്കുക: ഒരുവൻ കർത്താവിന് സമാധാന ബലി അർപ്പിക്കുമ്പോൾ തൻ്റെ സമാധാന ബലിയിൽ നിന്നുള്ള സമർപ്പണമാണ് കർത്താവിന് കൊണ്ടുവരേണ്ടത്. അവൻ്റെ കരങ്ങൾ തന്നെ കർത്താവിന് അഗ്നിയാലുള്ള അർപ്പണങ്ങൾ കൊണ്ടുവരട്ടെ. നെഞ്ചിനോടൊപ്പം അവൻ മേധസ് കൊണ്ടുവരട്ടെ. നെഞ്ച് കർത്തൃസന്നിധിയിൽ നീരാജനം ഒഴിയേണ്ടതിനാണ്. പുരോഹിതൻ മേധസ് ബലിപീഠത്തിൽ ധൂമിക്കണം. നെഞ്ച് അഹറോനും പുത്രന്മാർക്കും ഉള്ളതാണ്.
നിങ്ങളുടെ സമാധാന ബലിമൃഗങ്ങളുടെ വലത്തെ കുറക് കാഴ്ചയായി പുരോഹിതന് നിങ്ങൾ നൽകണം. അഹറോന്റെ പുത്രന്മാരിൽ ആരാണോ സമാധാനയാഗത്തിൻ്റെ രക്തവും മേധസ്സും കാഴ്ചയർപ്പിക്കുന്നത്, പങ്കുപ്രകാരം അവനുള്ളതാണ് വലത്തെ കുറക്. കാരണം ഇസ്രായേല്യരിൽ നിന്ന് അവരുടെ സമാധാന ബലിവസ്തുക്കളിൽ നിന്ന് നീരാജന നെഞ്ചും കാണിക്കക്കുറകും സ്വീകരിച്ച് ഇസ്രായേല്യർക്കിടയിൽ ശാശ്വത ഓഹരിയായി അവ പുരോഹിതനായ അഹറോനും അവൻ്റെ പുത്രന്മാർക്കും ഞാൻ നൽകിയിരിക്കുന്നു. കർത്താവിൻ്റെ പുരോഹിതനായിരിക്കാൻ അവൻ അവ സമർപ്പിക്കുന്ന ദിവസം കർത്താവിന് അഗ്നിയാലുള്ള അർപ്പണത്തിൽ നിന്ന് അഹറോൻ്റെ ഓഹരിയും അവൻ്റെ പുത്രന്മാരുടെ ഓഹരിയും ഇതായിരിക്കും. അവരെ അവിടുന്ന് അഭിഷേകം ചെയ്യുന്ന ദിവസം ഇസ്രായേല്യരിൽ നിന്ന് അവർക്ക് നൽകാനായി ഇത് അവരുടെ തലമുറകൾക്ക് ശാശ്വത ചട്ടമായി കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ഹോമയാഗത്തിനും ധാന്യയാഗത്തിനും പാപമുക്തിയാഗത്തിനും പ്രായശ്ചിത്തയാഗത്തിനും പ്രതിഷ്ഠാപനയാഗത്തിനും സമാധാന ബലിക്കുമുള്ള നിയമം ഇതാണ്. കർത്താവിന് തങ്ങളുടെ കാണിക്കകൾ അർപ്പിക്കാൻ സീനായ് മരുഭൂമിയിൽ ഇസ്രായേല്യരെ അവിടുന്ന് നിഷ്കർഷിച്ച ദിവസം സീനായ് മലയിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചതാണിത്.